എല്ലാവർക്കും നമസ്കാരം. പ്രോസ്റ്റേറ്റ് വീക്കം, അതുപോലെ തന്നെ പെർഫോമൻസ് ആങ്സൈറ്റി, മൂത്ര തടസ്സം, അതുപോലെ സെക്ഷുവലായിട്ടുള്ള ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുപോലെ തന്നെ ഈ പ്രോസ്റ്റേറ്റ് വീക്കം മൂലം നമുക്ക് ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവുന്നുണ്ടോ? മറ്റ് ശാരീരികമായും മാനസികമായും നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ? എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത്? എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമുക്ക് വരുന്നത് എന്നതിനെ പറ്റി നോക്കാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. മൂത്രം പൂർണ്ണമായിട്ട് പോകുന്നില്ലേ, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ സെക്സിൽ ഒരു കോൺഫിഡൻസ് ലാക്കിങ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ സെക്സിനോടൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതെല്ലാം ചിലപ്പം ചില ആളുകൾ വിചാരിക്കാറുണ്ട്. ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ഇത് കൂടുതൽ വിചാരിക്കാറ്. ഏജ് ആകുന്നത് മൂലമാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ന്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഉണ്ടാവാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രോസ്റ്റേറ്റ് വീക്കമാണ്. BPH എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മൂലമാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. മൂത്രം ഒഴിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്ക് ഒഴിക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് തന്നെ കംപ്ലീറ്റ്ലി പോവാതിരിക്കുക, പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. ചില ആളുകളിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഒരു ബേണിങ് സെൻസേഷൻ, പുകച്ചിൽ ഫീൽ ചെയ്യാം. രാത്രിയിൽ ഒത്തിരി തവണ മൂത്രം ഒഴിക്കണം എന്നുള്ള അർജ് ഉണ്ടാവുക. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, നമ്മുടെ അടുത്തൊക്കെ വരുമ്പോൾ ഡോക്ടറെ ഒന്ന് നിസ്കരിക്കാൻ, കൃത്യമായിട്ടൊന്ന് നിസ്കരിക്കാൻ പോലും പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് പോയതിനാൽ തന്നെ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പം നമുക്ക് നിസ്കരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതിനാൽ തന്നെ. അപ്പം നമ്മൾ പല മെഡിസിൻസും കഴിച്ചു. പലപ്പോഴും അത് സർജറി എന്നുള്ള ഒരു ഓപ്ഷൻസ് പറയുമ്പോൾ നമ്മൾ അതൊന്നൊന്ന് ബാക്കിലേക്ക് വന്നതാണ്. ഇതിന് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധ്യമോ എന്നുള്ളത് ആളുകൾ ചോദിക്കാറുണ്ട്. പലപ്പോഴും ഇത് ആളുകൾ എന്താ വെച്ചാൽ മടിച്ചിട്ടാറാണ് പറയാറ്, സെക്ഷലി അവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. ഇന്ന് നമ്മൾ ഈ സെക്ഷൽ മെഡിസിൻസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പലപ്പോഴും ആളുകൾക്ക് മടിയാണ് ഇത്തരത്തിലുള്ള ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. പ്രോസ്റ്റേറ്റ് ഇഷ്യൂ ആണെങ്കിലും ആളുകൾ പറയാറില്ല, സെക്ഷലായിട്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിനെ പറ്റി പറയാറില്ല. മറ്റ് അവയവങ്ങൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സെക്ഷൽ ഓർഗൻസും. അപ്പം അതിനുണ്ടാവുന്ന അസുഖങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വളരെ ഒരു കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോവാതെ തന്നെ നമ്മുടെ ദാമ്പത്യം ആയാലും അതുപോലെ തന്നെ മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണെങ്കിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധ്യമാവും. പലപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തതിനാൽ തന്നെ ഒരു റോങ് ആയിട്ടുള്ള മെത്തേഡിലേക്ക് ആളുകൾ പോവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നതിന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു സെക്ഷൽ എഡ്യൂക്കേഷനും അതിനനുസരിച്ചിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ, ഒരു ആരോഗ്യപരമായിട്ടുള്ള അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിനെ സംബന്ധിച്ചിട്ടാണ്. പ്രോസ്റ്റേറ്റ് വീക്കം ലൈംഗിക ബലഹീനതയായിട്ട് ബന്ധമുണ്ടോ എന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ പ്രോസ്റ്റേറ്റ് വീക്കം മൂലം തന്നെ നമ്മൾ ആ ഭാഗങ്ങൾക്കുണ്ടാകുന്ന നാഡീപേശി സമ്മർദ്ദം ഉണ്ടാവുകയും അത് തന്നെ രക്തോട്ടം കുറയ്ക്കാനുള്ള ഒരു കാരണമാവുകയും ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് പ്രശ്നം കൂടാതെ തന്നെ നമ്മുടെ പ്രമേഹം, ഹൈ ബ്ലഡ് പ്രഷർ എന്നിവയൊക്കെ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു കണ്ടീഷൻസാണ്. ഹൈ കൊളസ്ട്രോൾ ലെവൽ, തൈറോയ്ഡ് ഇഷ്യൂസുകൾ, ഇവയെല്ലാം ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു റീസൺസ് ആണ്. ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങളായിട്ടും ഇത്തരത്തിൽ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും പ്രോസ്റ്റേറ്റിന് മെഡിസിൻസ് കഴിക്കുന്ന ചില വ്യക്തികളിൽ അവരിൽ സെമൻ പുറത്തേക്ക് വരാത്തൊരവസ്ഥ, ഉദാഹരണം കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ശുക്ലം പുറത്തേക്ക് പോവാത്ത ഒരവസ്ഥകളൊക്കെ ആളുകൾ പറയാറുണ്ട്. ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങളായിട്ടും ഇത്തരത്തിൽ ഉദാഹരണ പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഇനി ഇതുപോലെ തന്നെ പറയുന്ന ഒന്നാണ് പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. സെക്ഷലി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിൽ ഈ പ്രോസ്റ്റേറ്റ് വീക്കുള്ള ആളുകളിൽ ഒരു പെർഫോമൻസ് ആങ്സൈറ്റി കൂടുതലാവുകയും അവരിൽ 1-2 തവണ ഇത്തരത്തിൽ സെക്ഷൽ കോയിഷന്, അതായത് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഉദാഹരണം പ്രോപ്പർലി കിട്ടാത്തൊരവസ്ഥ വന്നതിനാൽ തന്നെ അവരിൽ ഇനിയും ബന്ധപ്പെട്ടാൽ ഇത് തന്നെ ഒരു അവസ്ഥ എന്നുള്ളൊരു പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടാവുകയും, അല്ലെങ്കിൽ എനിക്ക് വയസ്സായി ഇത് ഇങ്ങനെയാണ് എന്ന് കരുതുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഇഷ്യൂസും അവരിൽ കാണാറുണ്ട്. എപ്പോഴും ഈ ആങ്സൈറ്റി, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഈ ആങ്സൈറ്റി നല്ല രീതിയിൽ തന്നെ ഉദാഹരണ പ്രശ്നങ്ങൾക്ക് ലീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രിമച്ചർ ഇജാക്കുലേഷൻ എന്നുള്ള കണ്ടീഷൻ, പെട്ടെന്നുണ്ടാകുന്ന സ്ഖലനം, ശീഘ്രസ്ഖലനം എന്നുള്ളൊരവസ്ഥയും അതുപോലെ തന്നെ ഉദാഹരണം കിട്ടാത്തൊരവസ്ഥയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പെർഫോമൻസ് ആങ്സൈറ്റി മൂലം ഉണ്ടാകാറുണ്ട്. നമ്മുടെ OPയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു പേഷ്യൻറ്റ് പറഞ്ഞൊരു കഥയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. നമ്മുടെ അടുത്ത് വന്നിരുന്ന ഒരു പേഷ്യൻറ്റ്, ഇത് ഞാൻ പേഷ്യൻറ്റിൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അവർ നമ്മുടെ അടുത്ത് വന്ന സമയത്ത് അവർ പറയുണ്ടായി, ഡോക്ടറെ ഇപ്പോൾ ഒരു 45 ഒക്കെ ആയി എനിക്ക് ഏജ്, പക്ഷേ എന്താ വെച്ചാൽ ഞാൻ വൈഫുമായിട്ട് സെക്ഷലി കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറില്ല. എനിക്ക് ഈ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട്, അതായത് ഈ ഒരു ശീഘ്രസ്ഖലനം എന്നുള്ളൊരു അവസ്ഥ, അതുപോലെ തന്നെ ഉദാഹരണം കിട്ടാത്ത അവസ്ഥ, രാത്രിയിൽ ഒരുപാട് തവണ മൂത്രം ഒഴിക്കാൻ പോവുക എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉള്ളതിനാൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അതായത് മാനസികമായിട്ടുള്ള ഒരു അടുപ്പം അവരുമായിട്ട് കുറഞ്ഞ പോലെ ഞാൻ അഭിനയിക്കാറാണ്. കാരണം എന്താ വെച്ചാൽ വൈഫ് ഇത്തരത്തിൽ സെക്ഷലി ബന്ധപ്പെടാൻ വേണ്ടി അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ടൊരു ബാർ വെച്ചിരിക്കുകയാണ്. കാരണം അവരോട് വല്ലാതെ
അടുക്കാറില്ല. കാരണം ഇത്തരത്തിലൊരു ഇഷ്യൂസ് എനിക്കുണ്ട് എന്ന് അവൾ അറിയണ്ട എന്ന് കരുതിയിട്ടും അവരുണ്ടാവുന്ന ഒരു മാനസിക സമ്മർദ്ദം ഒക്കെ ഇതിന് നല്ല രീതിയിൽ തന്നെ ഇറക്ഷൻ കംപ്ലയിൻസ് ഉണ്ടാക്കാറുണ്ട്. പിന്നീട് അവരെ നമ്മൾ കൺസൾട്ട് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവർക്ക് പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് മൂലമായിരുന്നു ഇത്തരത്തിലുള്ള ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു. പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തപ്പോൾ അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ മാറ്റി കൊടുക്കാൻ സാധ്യമായിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ശാരീരികമായിട്ടുള്ള ഒരു ഇഷ്യൂസാണ് ഈ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ട്. അത് പറയേണ്ടായും ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മൂത്രം പോവാത്ത പോലെ രാത്രിയിൽ ഒത്തിരി തവണ മൂത്രം ഒഴിക്കണം എന്നുള്ള തോന്നലുണ്ടാവുക, ഉദാഹരണ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യും. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അവരൊരു ആത്മവിശ്വാസക്കുറവ്, ഞാൻ നേരത്തെ പറഞ്ഞ പേഷ്യൻ്റെ കേസിൽ പോലെ തന്നെ ഒരു ആത്മവിശ്വാസക്കുറവ്, കാരണം ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു ലെവലിൽ ഉണ്ടാവുക എന്നുള്ളൊരു കണ്ടീഷൻ. അതുപോലെ തന്നെ എന്താ വെച്ചാൽ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ് വരിക, പങ്കാളിനോട് ഒരു അകലം കീപ്പ് ചെയ്യുക, പെർഫോമൻസ് ഫിയർ ഉണ്ടാവുക, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആങ്സൈറ്റി, കാരണം ഇനി ബന്ധപ്പെടാൻ ശ്രമിച്ചാലും ഇത്തരത്തിൽ തന്നെയാണോ എന്ന് സംഭവിക്കുന്ന ഒരു പെർഫോമൻസ് ആങ്സൈറ്റി അവരുടെ മൈൻഡിൽ രൂപപ്പെടുക എന്നിവയൊക്കെ നമുക്ക് മാനസികമായിട്ടും കാണുന്ന ലക്ഷണങ്ങളാണ്. എപ്പോഴാണ് നമ്മൾ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണേണ്ടത് എന്ന് വെച്ചാൽ മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, മൂത്രത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന മാതിരത്തെ ബുദ്ധിമുട്ടുകളെല്ലാം കാണിക്കുക, രാത്രിയിൽ ഒത്തിരി തവണ മൂത്രം ഒഴിക്കാൻ നയിക്കുക, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഉദാഹരണ പ്രശ്നങ്ങൾ കാണിക്കുക, ചിലപ്പോൾ രക്തം കാണുക എന്നീ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഇത്തരത്തിലുള്ള ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായി, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഇഷ്യൂസ് മൂലം നമുക്ക് സെക്ഷൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി, നമ്മൾ എങ്ങനെയാണ് അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കൃത്യമായിട്ടുള്ള സമയത്ത് പരിശോധന നടത്തുക എന്ന്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് BP പ്രമേഹമൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി അത് മോണിറ്റർ ചെയ്ത് അത് കൺട്രോൾ ആണോ എന്ന് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, പെർഫോമൻസ് ആങ്സൈറ്റി ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഇത്തരത്തിൽ ഈ പെർഫോമൻസ് ആങ്സൈറ്റി മാനേജ്മെൻറ്റ് എന്നുള്ള സൈക്കോളജിക്കലായിട്ടുള്ള തെറാപ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അത്തരത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ്. ഇനി കൃത്യമായിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ എല്ലാ പുരുഷന്മാരും ചെയ്യേണ്ട ഒന്നാണ് പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ. നമ്മൾ ജിമ്മിലൊന്നും പോയി വർക്കൗട്ട് ചെയ്യണമെന്നില്ല, നമുക്ക് നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്ന് തന്നെ ചെയ്യാവുന്നതാണ് പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ ചെയ്യുക. അത് നമ്മുടെ പ്രോസ്റ്റേറ്റിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ സെക്ഷൽ ഹെൽത്തിന്, നമ്മുടെ ലിംഗത്തിൻ്റെ ഉദാഹരണ പ്രശ്നങ്ങൾക്കും പ്രിമച്ചർ ഇജാക്കുലേഷൻ, അതായത് പെട്ടെന്നുള്ള സ്ഖലനം നിർത്തുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പെൽവിക് ഫ്ലോർ മസിൽസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. ഇനി എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 30 മുതൽ 45 മിനിറ്റ് വരെ നല്ല രീതിയിൽ നടക്കുക, കഫീൻ ഒഴിവാക്കുക, മദ്യം ഒഴിവാക്കുക എന്നുള്ളത് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ലഭിക്കുക എന്നുള്ളത് നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഉറക്കത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ സാധ്യമാവും. നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ പ്രോസ്റ്റേറ്റിൻ്റെ ഹെൽത്തിനെയും ഉദാഹരണ പ്രശ്നങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഡയറ്റുകൾ, നമ്മുടെ വെളുത്തുള്ളി, മഞ്ഞൾ പോലെയുള്ളവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മത്തി പോലെയുള്ള മത്സ്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നട്ട്സുകളിൽ തന്നെ പംകിൻ സീഡ്സ് നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പച്ചക്കറികളിൽ തന്നെ തക്കാളിക്കകത്തുള്ള ലൈക്കോപ്പിൻ നല്ലൊരു പ്രോസ്റ്റേറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, പ്രോസ്റ്റേറ്റ് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ തക്കാളി പോലെയുള്ളവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ഒരു ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ വെറും മൂത്രാശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും അതുപോലെ തന്നെ ബന്ധങ്ങളെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ഇതിനൊരു കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാനും സാധ്യമാവും. ഇനി ഇത്തരത്തിലുള്ള ഇഷ്യൂസുകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ അതിനായിട്ട് ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസുകൾ ട്രീറ്റ്മെൻറ്റ് നടത്താറുള്ളത്. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം. ഇത്തരത്തിലുള്ള ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം.